അങ്ങനെ രാവിലെ തന്നെ നല്ല കിടിലൻ ആലു പൊറോട്ടയൊക്കെ കഴിച്ച് നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പത്തേക്കും കണ്ടത് ഫുള്ള് വേസ്റ്റ് കൂട്ടിയിട്ടേക്കാണ്. ഇത് ടെങ്ക എന്ന് പറഞ്ഞൊരു ചെറിയ വില്ലേജ് ആണ് ട്ടോ. പക്ഷെ ഇത് ടെങ്കയല്ല, ഇതിന് മുമ്പ് ഒരു വില്ലേജ് ഉണ്ട് അവിടെ ഉണ്ട്. അങ്ങനെ പോകണമെങ്കിൽ കുറച്ച് ആൾക്കാരെ കണ്ട് അവർ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടാ. അതുപോലെ തന്നെ ഈ കാണുന്ന വീഡിയോയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന കടയിലുള്ള വീഡിയോ ആണ് ഇത്. ഏകദേശം ഒരു വർഷം മുമ്പ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അങ്ങനെ ഈ കട മൊത്തം കത്തിപ്പോയിട്ടാ. നമ്മളോട് വർത്താനം പറഞ്ഞ പുള്ളിയിൽ ആ പുള്ളീൻ്റെ കടയാണ് ഇത്. പിന്നെ രണ്ടാമത് പുള്ളി ഇങ്ങനെ സെറ്റ് ആക്കിയതാണ്. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിയിൽ റോഡ് ബ്ലോക്ക് ആണ്, കാരണം അവിടെ എന്തോ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അത് നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് കിട്ടി. അവിടെ നമ്മൾ ഓറഞ്ച് ഒക്കെ കഴിച്ച് ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ബയ്യനെ കണ്ടത്. പുള്ളിനോട് യാത്ര പറയണമെന്നുണ്ടായിരുന്നട്ടാ. അതും സാധിച്ച്. പോണ വഴിയിലൊക്കെ ഇതേപോലെ ബുക്കാരികൾ വിൽക്കേണ്ടട്ടാ. അങ്ങനെ ഒരു മലയാളീനെ കണ്ട്. ഇവരിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്. ഇവർ ആർമിയിലാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വെസ്റ്റ് കാമെങ് ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിട്ടാ. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നമുക്കൊരു ആർമി ക്യാമ്പ് കിട്ടിയത്. അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടാ. നമ്മൾ നേരത്തെ അവൻ്റെ ഫാമിലി ഇല്ല, അവരും ഇവിടെയാണ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ആർമിയുടെ ക്യാൻറ്റീനിലാട്ടെ. ഇവിടെ ലിക്കർ അതുപോലെ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. ജസ്റ്റ് വെറുതെ കണ്ടപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിലെ ഫുഡ് ഉണ്ടാക്കണേട്ടാ. രാത്രി ഇവർ ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യണേട്ടാ. നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ട്. അതുപോലെ തന്നെ ഇവർ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് എനിക്കിവിടെ തങ്ങാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ബെഡുകളുണ്ട്. ഇവിടെ ഓരോരുത്തർ ലീവിനൊക്കെ പോയേക്കണേട്ടാ. അങ്ങനെ ഇന്നത്തെ കാര്യം സെറ്റായി.